ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. മെയിൻലി സബ് ട്രീസ് എന്താണ്, അതുപോലെ എംആർഐ ട്രീസ്, ഫുൾ എംആർഐ ട്രീസ്, അതുപോലെ കംപ്ലീറ്റ് എംആർഐ ട്രീസ്. ഇത്രയും ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലീവ്സ്, പാരൻറ്റ്, ചൈൽഡ്, ആൻസസ്റ്റേഴ്സ്, ഡിസെൻഡൻസ്, ഇൻറ്റേർണൽ വേർട്ടീസസ്. ഈ ടേംസൊക്കെ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്നിടത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ടേംസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് സബ് ട്രീ. ഒരു റൂട്ടഡ് ട്രീക്കകത്ത് ഒരു സബ് ട്രീ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ നമുക്ക് മേ ബി എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. അതിൻ്റെ ഏതെങ്കിലും വേർട്ടീസസിൽ, ബാക്കി ഓൾറെഡി എടുത്തിട്ടുള്ള വെർട്ടെക്സ് അല്ലാതെ വേറെ ഏതെങ്കിലും വെർട്ടെക്സിൽ റൂട്ടഡ് ആയിട്ടുള്ള സബ് ട്രീ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അപ്പോൾ സപ്പോസ് ഈ ഒരു വെർട്ടെക്സിൽ റൂട്ടഡ് ആയിട്ടുള്ള സബ് ട്രീ ആണെങ്കിൽ ആ വെർട്ടെക്സും അതിൻ്റെ എല്ലാ ഡിസെൻഡൻസും എഡ്ജസും എന്ത് ചെയ്യുക, എടുക്കുക. അത് കൺസിസ്റ്റ് ചെയ്യുന്ന സബ് ഗ്രാഫിനെയാണ്, അല്ലെങ്കിൽ സബ് ട്രീനെ, ഒരു പെർട്ടിക്കുലർ സബ് ഗ്രാഫിനെയാണ് സബ് ട്രീ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു റൂട്ടഡ് ട്രീ ഉണ്ട്, അതിൽ വേറെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് എടുത്തിട്ട് ആ വെർട്ടെക്സിൽ റൂട്ടഡ് ആയിട്ടുള്ള സബ് ട്രീ, നമുക്ക് ഓൾറെഡി റൂട്ടഡ് ട്രീ ആണ്, അതിലൊരു സബ് ട്രീ റൂട്ടഡ് അറ്റ് അനദർ വേർട്ടെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് മീൻ ചെയ്യുന്നത് ആ വേർട്ടെക്സും അതിൻ്റെ എല്ലാ ഡിസെൻഡൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന എഡ്ജസും കൺസിസ്റ്റ് ചെയ്യുന്ന സബ് ഗ്രാഫിനെയാണ് സബ് ട്രീ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ടേംസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മൾ പാരൻറ്റ്, ചൈൽഡ്, സിബ്ലിങ്സ്, ആൻസസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ട്രീ തന്നിട്ടുണ്ട്, റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് റൂട്ടഡ് അറ്റ് എ. ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ദ പാരന്റ് ഓഫ് സി. സി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ പാരൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സി എന്ന് പറയുന്ന വെർട്ടെക്സ് നോക്കുക, അതിന് ഏറ്റവും പ്രീവിയസ് ആയിട്ട് അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന വെർട്ടെക്സ് ഏതാണ്? ബി ആണ്. അപ്പോൾ സിയുടെ പാരൻ്റ് ഏതാണ്? ബി എന്ന് വരും. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ചിൽഡ്രൻ ഓഫ് ജി. ജിയുടെ ചിൽഡ്രൻ ഇവിടെ നോക്കുക, ജിയുടെ അഡ്ജസൻ്റ് ആയി താഴെ വരുന്ന വെർട്ടീസസ് ഏതൊക്കെയാണ്? എച്ച്, ഐ, ജെ. അപ്പോൾ ജിയുടെ ചിൽഡ്രൻ ആരൊക്കെയാണ്? എച്ച്, ഐ ആൻഡ് ജെ. നെക്സ്റ്റ്, സിബ്ലിങ്സ് ഓഫ് എച്ച്. എച്ചിൻ്റെ സിബ്ലിങ്സ്, അതായത് ഒരേ പാരൻറ്റ്, എച്ചിൻ്റെ പാരൻ്റ് ആരാണോ ആ പാരൻറ്റിൻ്റെ തന്നെ ബാക്കി ചിൽഡ്രൻ ആരൊക്കെയാണോ അവരൊക്കെയാണ് എന്തായിട്ട് വരിക? എച്ചിൻ്റെ സിബ്ലിങ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കുക, എച്ചിൻ്റെയും ഐയുടെയും ജെയുടെയും പാരൻ്റ് ആണ് സെയിം ആയിട്ടുള്ളത്. അപ്പോൾ എച്ചിൻ്റെ സിബ്ലിങ്സ് ആയിട്ട് ഐയും ജെയും വരും. നെക്സ്റ്റ്, ആൻസസ്റ്റേഴ്സ് ഓഫ് ഇ. ഇയുടെ ആൻസസ്റ്റേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇയുടെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇയുടെ പാരൻറ്റ് സി, ദെൻ സിയുടെ പാരൻറ്റ് ബി, ദെൻ ബിയുടെ പാരൻറ്റ് എ. അപ്പോൾ ഈ മൂന്ന് വേർട്ടീസസ് സി, ബി, എ ആർ ദ ആൻസസ്റ്റേഴ്സ് ഓഫ് ദ വെർട്ടെക്സ് ഇ. ഇനി അതുപോലെ ഡിസെൻഡൻസ് ഓഫ് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബി എന്നുള്ള വെർട്ടെക്സ് നോക്കാം. അപ്പോൾ ഡിസെൻഡൻസ് നോക്കുന്നത് എങ്ങനെയാണ്? ബിയുടെ ചൈൽഡ്, അതുപോലെ സിയുടെ ചിൽഡ്രൻ, ഡി, ഇ. ഈ മൂന്ന് വേർട്ടീസസ് ആണ് ബിയുടെ ഡിസെൻഡൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇന്റേണൽ വേർട്ടീസസ് നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? ചിൽഡ്രൻ ഉള്ള വേർട്ടീസസ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഉള്ള വേർട്ടീസസിനെയാണ് ഇന്റേണൽ വേർട്ടീസസ് എന്ന് പറയുന്നത്. എക്ക് ചൈൽഡ് ഉണ്ട്, ബിക്ക് ചൈൽഡ് ഉണ്ട്, എഫിനില്ല, ജിക്കുണ്ട്, സിക്കുണ്ട്, എച്ചിനുണ്ട്, ജെക്കുണ്ട്. അപ്പോൾ എ, ബി, ജി, സി, എച്ച്, ജെ ഇതെല്ലാം എന്താണ്? ഈ വേർട്ടീസസ് ഒക്കെ എന്താണ്? ഇന്റേണൽ വേർട്ടീസസ് ആണ്. ഇനി അതുപോലെ ചൈൽഡ് ഇല്ലാത്ത വേർട്ടീസസിനെയാണ് നമ്മൾ ലീവ്സ് എന്ന് പറയുന്നത്. എഫിന് ചൈൽഡ് ഇല്ല, ഡിക്ക്, ഇക്ക്, കെ, എൽ, എം ഇത്രയും വേർട്ടീസസിന് ചൈൽഡ് ഇല്ല. അപ്പോൾ ഈ വേർട്ടീസസ് ഒക്കെ എന്താണ്? തന്നിട്ടുള്ള ഗ്രാഫിനകത്ത് ലീവ്സ് ആയിട്ട് വരും. നെക്സ്റ്റ്, സബ് ട്രീ. അതായത് വി വാണ്ട് ടു ഫൈൻഡ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ജി. സബ് ട്രീ റൂട്ടഡ് അറ്റ് ജി എന്ന് പറയുമ്പോൾ നമ്മൾ ജി വരയ്ക്കുക,
ജിയുടെ ചൈൽഡ് ആരൊക്കെയാണോ അല്ലെങ്കിൽ ചിൽഡ്രൻ ആരൊക്കെയാണോ അവരെ വരയ്ക്കുക. എച്ച്, ഐ, ജെ. ഇനി എച്ചിന് ചൈൽഡ് ഉണ്ടോ നോക്കുക. എച്ചിന് ചൈൽഡ് ഉണ്ട് കെ. ദെൻ ഐക്ക് ചൈൽഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഒന്നും വരയ്ക്കാനില്ല. ദെൻ എൽ ആൻഡ് എം ആർ ദ ചിൽഡ്രൻ ഓഫ് ജെ. എൽ ആൻഡ് എം. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മുടെ റിക്വയർഡ് സബ് ട്രീ റൂട്ടഡ് അറ്റ് ജി. അതായത് ജി വരയ്ക്കുക. ജിയുടെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിസെൻഡൻസുമായിട്ട് ജോയിൻ ചെയ്യുന്ന എഡ്ജസും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ് ട്രീ റൂട്ടഡ് അറ്റ് ജി കിട്ടും. അതായത് ഈ ഒരു പോർഷൻ ഇതാണ് ജിയിൽ റൂട്ടഡ് ആയിട്ടുള്ള സബ് ട്രീ വരുന്നത്. നെക്സ്റ്റ് എം അറേ ട്രീ. ഒരു റൂട്ടഡ് ട്രീ നമ്മൾ എം അറേ ട്രീ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻറ്റേർണൽ വേർട്ടീസസിനും മാക്സിമം എം ചിൽഡ്രനെ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഏത് വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരു റൂട്ടഡ് ട്രീ ഉണ്ട്. റൂട്ടഡ് ട്രീയിൽ ഏത് ഇൻറ്റേർണൽ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ഇൻറ്റേർണൽ വെർട്ടക്സിനാണല്ലോ ചിൽഡ്രൻ ഉള്ളത്. ചിൽഡ്രൻ ഉള്ള വെർട്ടീസസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ വെർട്ടക്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടഡ് ട്രീയിൽ ഏത് വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ആ വെർട്ടക്സിന് മാക്സിമം എം ചിൽഡ്രൻ ആണ് ഉള്ളതെങ്കിൽ, അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ എപ്പോഴും ഏത് വെർട്ടക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ ആ ട്രീനെ എം അറേ ട്രീ എന്ന് പറയും. അപ്പോൾ നമുക്ക് 3 അറേ ട്രീ ആണെങ്കിൽ ഏത് ഇൻറ്റേർണൽ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും ഒരു ചൈൽഡും ഇല്ലാത്തത് പോസിബിൾ ആണ്, 1 ചൈൽഡ് ഉള്ളത് പോസിബിൾ ആണ്, 2 ചൈൽഡ് ഉള്ളത് പോസിബിൾ ആണ്, 2 ചിൽഡ്രൻ ഉള്ളത് പോസിബിൾ ആണ്, 3 ചിൽഡ്രൻ ഉള്ളത് പോസിബിൾ ആണ്. 4 അലവബിൾ അല്ല. കാരണം എന്താണ്? മാക്സിമം 3 ചിൽഡ്രനെ 3 അറേ ട്രീയിൽ വരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ എം അറേ ട്രീ ആണെങ്കിൽ മാക്സിമം എം ചിൽഡ്രൻ ആണ് ഓരോ വെർട്ടക്സിലും വരാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിലെ ഓരോ ഇൻറ്റേർണൽ വെർട്ടക്സിനും എത്ര ചൈൽഡ് വരുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് റൂട്ടിന് എത്ര ചൈൽഡ് ഉണ്ട്? 2 ചൈൽഡ് ഉണ്ട് അല്ലേ? റൂട്ടിന് 2 ചൈൽഡ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ചിൽഡ്രൻ. ഇനി ഈ ഒരു വെർട്ടക്സിന് എത്ര ചൈൽഡ് ഉണ്ട്? 3. 1 2 3 3. ഈ ഒരു വെർട്ടക്സിനും 3 ചൈൽഡാണുള്ളത്. അതുപോലെ ഈ ഒരു ഇൻറ്റേർണൽ വെർട്ടക്സിന് 2 ചൈൽഡ്. അതായത് വരുന്ന ഇൻറ്റേർണൽ വെർട്ടീസസിന് 2 അല്ലെങ്കിൽ 3 ചിൽഡ്രൻ ആണ് വരുന്നത്. അതിലെ മാക്സിമം എത്രയാണ്? 3. അതായത് ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻറ്റേർണൽ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും മാക്സിമം 3 ചിൽഡ്രനെ വരുന്നുള്ളൂ. അതായത് ഈ ഗ്രാഫ് ഒരു 3 അറേ ട്രീ ആണ്. ഇനി ഒരു 2 അറേ ട്രീനെ നമ്മൾ ബൈനറി ട്രീ എന്നും പറയും. അതായത് മാക്സിമം 2 ചിൽഡ്രൻ ഏതൊരു വെർട്ടക്സിലും മാക്സിമം 2 ചിൽഡ്രൻ വരുന്ന ട്രീ ആക്ച്വലി നമ്മൾ 2 അറേ ട്രീ എന്ന് പറയും. 2 അറേ ട്രീക്ക് തന്നെ പറയുന്ന പേരാണ് ബൈനറി ട്രീ. നെക്സ്റ്റ് ഫുൾ എം അറേ ട്രീ. എന്താണ് ഫുൾ എം അറേ ട്രീ എന്നാണ്. അതായത് ഒരു റൂട്ടഡ് ട്രീ ഫുൾ എം അറേ ട്രീ എന്ന് പറയണമെങ്കിൽ എല്ലാ ഇൻറ്റേർണൽ വെർട്ടക്സിനും എക്സാക്ട്ലി എം ചിൽഡ്രൻ ഉണ്ടായിരിക്കണം. എം അറേ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് ഓരോ ഇൻറ്റേർണൽ വെർട്ടക്സിനും മാക്സിമം എം ചിൽഡ്രനോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ നമ്പർ ചിൽഡ്രനോ പോസിബിൾ ആണ്. പക്ഷെ ഫുൾ എം അറേ ട്രീ പറയുമ്പോഴെന്താണ്? എല്ലാ ഇൻറ്റേർണൽ വെർട്ടക്സിൻ്റെയും ഏത് ഇൻറ്റേർണൽ വെർട്ടക്സ് എടുത്തു കഴിഞ്ഞാലും നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സാക്ട്ലി എം ആയിരിക്കും. ഇനി ഒരു ടേമും കൂടി ഉണ്ട്, കംപ്ലീറ്റ് എം അറേ ട്രീ. അതുകൂടി ഡിഫൈൻ ചെയ്യാം. ഒരു ട്രീ കംപ്ലീറ്റ് എം അറേ ട്രീ എന്ന് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് റൂട്ടഡ് ട്രീ ആണ്. റൂട്ടഡ് ട്രീ ഫുൾ എം അറേ ട്രീ ആയിരിക്കണം. ഓരോ ലീഫും നമുക്ക് സെയിം ലെവലിലായിരിക്കണം ഈ ഒരു കൺസെപ്റ്റിൽ. ഓക്കെ, അത് നമ്മൾ ലെവൽ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്, അതുകൂടി ഡിഫൈൻ ചെയ്തിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമുക്കൊരു ടേമും കൂടി ഉണ്ട്. ആ ടേം നമ്മൾ പുതിയൊരു ഡെഫിനേഷൻ ലെവൽ കൂടി ഡിഫൈൻ ചെയ്തിട്ട് പറയാം. അപ്പം അതിന് മുന്നേ ഇപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞ 2 കാര്യങ്ങൾ എം അറേ ട്രീ ആൻഡ് ഫുൾ എം അറേ ട്രീ. എം അറേ ട്രീ പറയുമ്പോൾ ഓരോ ഇൻറ്റേർണൽ വെർട്ടക്സിനും മാക്സിമം എം ചിൽഡ്രൻ. ഫുൾ എം അറേ ട്രീ പറയുമ്പോൾ എക്സാക്ട്ലി എം ചിൽഡ്രൻ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനകത്ത് ഏതൊക്കെയാണ് ഫുൾ എം അറേ ട്രീ എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ റൂട്ടഡ് ട്രീസ് ആണ് ഫുൾ എം അറേ ട്രീ? അങ്ങനെയാണെങ്കിൽ ഏതാണ് എം കറസ്പോണ്ടിങ് വാല്യൂ വരിക? അപ്പോൾ ഇവിടെ നോക്കാം.
ഇവിടെ നമ്മുടെ ഓരോ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്മൾ എഴുതാം. ഇവിടെ 2 ആണ്, ഹിയർ 2, ഹിയർ ഇത് ലീഫാണ്, അപ്പോൾ അവിടെ നോക്കണ്ട. നെക്സ്റ്റ് ഇൻറ്റേർണൽ വെർട്ടെക്സ് ഇതാണ് 2. എല്ലാ ഇൻറ്റേർണൽ വെർട്ടീസസിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 2 ആണ്. ദാറ്റ് മീൻസ് ദിസ് ട്രീ, റൂട്ടഡ് ട്രീ ഈസ് എ 2 array tree or a binary tree. 2 array tree ആണ്, ഫുൾ 2 array tree ആണ് അല്ലേ? എല്ലാ വെർട്ടെക്സിൻ്റെയും എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സാക്ട്ലി 2 ആണ്. അപ്പോൾ ഇതെന്താണ്? ഫുൾ 2 array tree അല്ലെങ്കിൽ ഫുൾ ബൈനറി ട്രീ എന്ന് പറയാം. ഇനി അതേപോലെ നെക്സ്റ്റ് ഇവിടെ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3, 3, 3, 3. ഇവിടെ എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എത്രയാണ്? 3 ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ഫുൾ 3 array tree. നെക്സ്റ്റ് ഈ ഒരു ട്രീയുടെ ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ നോക്കാം. ഹിയർ 5, ഹിയർ 5, ഹിയർ 5. എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ 5 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് എ ഫുൾ 5 array tree. നെക്സ്റ്റ് ഇവിടെ നോക്കാം, ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എഴുതാം. 2, 3, 3, 2. എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിനും സെയിം നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ല, അപ്പോൾ അതൊരിക്കലും ഫുൾ array tree ആവില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ 3 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് എ 3 array tree. ഇതെന്തല്ല, ഒരിക്കലും ഒരു എമ്മിനും ഫുൾ array tree അല്ല, ബട്ട് ദിസ് ഈസ് എ 3 array tree. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഓർഡേർഡ് റൂട്ടഡ് ട്രീസ്. നമ്മൾ റൂട്ടഡ് ട്രീസ് പറഞ്ഞു. ഇനി ഓർഡേർഡ് റൂട്ടഡ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, നമ്മളൊരു ഇൻറ്റേർണൽ വെർട്ടെക്സ് എടുത്തു. ഇപ്പോൾ ഇതൊരു ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ട്. ഈ നമ്പർ ഓഫ് ഈ ഓരോ ചൈൽഡിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ ചെയ്യുക. അതായത് ഫസ്റ്റ് ചൈൽഡ്, ആദ്യം വരച്ചിട്ടുള്ളത് ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് വരച്ചിട്ടുള്ളത് സെക്കൻഡ് ചൈൽഡ്, തേർഡ് ചൈൽഡ്. ഇങ്ങനെ ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും ചിൽഡ്രൻ നമ്പർ ചെയ്തിട്ട്, ഓർഡർ ചെയ്തിട്ട്, നമ്പർ ചെയ്യാന്നല്ല, ഒരു ഓർഡേർഡ് മാനറിൽ എഴുതിയിട്ടുള്ളതിനെയാണ് റൂട്ടഡ് ട്രീസ്, ഓർഡേർഡ് റൂട്ടഡ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് നമുക്കൊരു റൂട്ടഡ് ട്രീ തന്നു കഴിഞ്ഞാൽ, ഇപ്പം ഇതുപോലൊരു റൂട്ടഡ് ട്രീ തന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഓർഡേർഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെ ഫസ്റ്റ് ചൈൽഡ് ഇത്, സെക്കൻഡ് ചൈൽഡ് ഇത്, തേർഡ് ചൈൽഡ് ഇത്, ഈ ഒരു ഫോമിൽ വരും. ഇനി ഒരു ബൈനറി ട്രീ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ബൈനറി ട്രീനകത്ത് ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിനും എക്സാക്ട്ലി 2 ചൈൽഡ് അല്ലെങ്കിൽ ലെസ് ദാൻ 2 ചൈൽഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഒന്നില്ലെങ്കിൽ 1 ചൈൽഡ്, അല്ലെങ്കിൽ 2 ചൈൽഡ്, അല്ലെങ്കിൽ ചൈൽഡ് ഇൻറ്റേർണൽ വെർട്ടെക്സ് ആണെങ്കിൽ 1 ചൈൽഡ് അല്ലെങ്കിൽ 2 ചൈൽഡ്. നമ്മൾ ബൈനറി ട്രീ ആണ് എടുക്കുന്നതെങ്കിൽ പോസിബിലിറ്റി വരുന്നത് ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിലും 1 ചൈൽഡ് വരാം, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ വരാം. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നമ്മൾ അല്ലെങ്കിൽ ഫുൾ array ട്രീ ആണെങ്കിൽ, ഫുൾ 2 array ട്രീ ആണെങ്കിൽ എല്ലാ ഇൻറ്റേർണൽ വെർട്ടീസസിലും 2 ചിൽഡ്രൻ വരും. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ ഇപ്പോൾ ഇവിടെ 1, അപ്പോൾ ഈ ഒരു ട്രീ ആണെങ്കിൽ എല്ലാ വെർട്ടീസസിനും, എല്ലാ ഇൻറ്റേർണൽ വെർട്ടീസസിനും 1 ചൈൽഡ് അല്ലെങ്കിൽ 2 ചൈൽഡാണ് ഉള്ളത്. ഇങ്ങനത്തെ കേസസിൽ ഫസ്റ്റ് വരുന്ന ചൈൽഡിനെ നമ്മൾ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു വെർട്ടെക്സിൻ്റെ ചിൽഡ്രൻ നോക്കുകയാണെങ്കിൽ ഇത് ലെഫ്റ്റ് ചൈൽഡാണ്, ഇത് റൈറ്റ് ചൈൽഡാണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ലെഫ്റ്റ് ചൈൽഡ്, ദിസ് ഈസ് റൈറ്റ് ചൈൽഡ്. ഇനി ഒരൊറ്റ ചൈൽഡ് മാത്രമുള്ള കേസിലാണെങ്കിൽ നമുക്ക് റൂട്ടഡ് ട്രീനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ലെഫ്റ്റ് സബ് ട്രീ അല്ലെങ്കിൽ എന്താണ് റൈറ്റ് സബ് ട്രീ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ട്. ഇങ്ങനൊരു റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ട്. ഈ ട്രീക്കകത്ത് ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മളൊരു വെർട്ടെക്സ് എടുത്തു, ഈ ഒരു വെർട്ടെക്സ് എടുത്തു, ഈ വെർട്ടെക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ, സപ്പോസ് ഇറ്റ് ഈസ് എ,
ലെഫ്റ്റ് സബ് ട്രീ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത്, സപ്പോസ് ഇവിടെയും വേർട്ടക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സബ് ട്രീ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ ബേസ് ചെയ്ത് വരുന്ന സബ് ട്രീ. അതായത് ഇവിടുത്തെ എ എന്ന് പറയുന്ന വെർട്ടക്സിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ഏതാണ്? ഈ വെർട്ടക്സ്. ഈ വെർട്ടക്സിൻ്റെ സബ് ട്രീ ഏതാണ്? നമ്മൾ പറഞ്ഞു സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെർട്ടക്സും അതിൻ്റെ ഡിസെൻഡൻസും എഡ്ജസും വരുന്നത്. അപ്പോൾ ഈ ഒരു വെർട്ടക്സിൻ്റെ സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഡ്ജും അതിൻ്റെ 2 ഡിസെൻഡൻസും ജോയിൻ ചെയ്യുന്ന 2 എഡ്ജസും വരും. അപ്പോൾ എയുടെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ വരും. അതുപോലെ എയുടെ റൈറ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചൈൽഡിൻ്റെ സബ് ട്രീ, അതായത് ഈ വെർട്ടക്സും അതിൻ്റെ 3 ഡിസെൻഡൻസും എഡ്ജസും വരും. ക്ലിയർ ആണല്ലോ? അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെർട്ടക്സിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെർട്ടക്സ്. അതുപോലെ റൈറ്റ് സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് ദ റൈറ്റ് ചൈൽഡ് ഓഫ് ദ പെർട്ടിക്കുലർ വെർട്ടക്സ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ എ ബൈനറി ട്രീ വി ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചിൽഡ്രൻ ഓഫ് ഡി. നമുക്കൊരു റൂട്ടഡ് ട്രീ തന്നിട്ടുണ്ട്. ഈ റൂട്ടഡ് ട്രീക്കകത്ത് ഡിയുടെ റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡും കാണാനാണ്. ഡി നോക്കുക. ക്ലിയർലി നമുക്കറിയാം ഡിയുടെ ലെഫ്റ്റ് ചൈൽഡ് ഏതാണ്? എഫ്. റൈറ്റ് ചൈൽഡ് ഏതാണ്? ജി. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീസ് ഓഫ് സി. സിയുടെ ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീ ആണ് ചോദിച്ചിട്ടുള്ളത്. സി എടുത്തു. സിയുടെ ലെഫ്റ്റ് ചൈൽഡ് നോക്കുക, എച്ച്. ദെൻ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് സി ഈസ് ദ സബ് ട്രീ റൂട്ടഡ് അറ്റ് എച്ച്. എച്ചിൽ റൂട്ട് ചെയ്യുന്ന സബ് ട്രീ ഏത് വരും? എച്ച്. എച്ചിൻ്റെ ഡിസെൻഡൻസ് ജെ മാത്രമാണ്, കറസ്പോണ്ടിങ് എഡ്ജും വരും. ദിസ് ഈസ് ദ ലെഫ്റ്റ് സബ് ട്രീ ഓഫ് സി. ഇനി അതുപോലെ റൈറ്റ് സബ് ട്രീ ഓഫ് സി. റൈറ്റ് സബ് ട്രീ ഓഫ് സി. സിയുടെ റൈറ്റ് ചൈൽഡ് നോക്കുക, ഐ വരച്ചു. ഐയുടെ ഡിസെൻഡൻസ് ദാറ്റ് ഈസ് കെ, എൽ, എല്ലിൻ്റെ എൽ, അതുപോലെ എല്ലിൽ നിന്ന് എം ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് റൈറ്റ് സബ് ട്രീ ഓഫ് സി വരുന്നത്. ദാറ്റ് ഈസ് സബ് ട്രീ റൂട്ടഡ് അറ്റ് ദ ലെഫ്റ്റ് ചൈൽഡ് ഐ. ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ സബ് ട്രീ, ലീഫ്, ഇൻറ്റേർണൽ വെർട്ടക്സ്, സിബിലിങ്, അതുപോലെ റൈറ്റ് സബ് ട്രീ, ലെഫ്റ്റ് സബ് ട്രീ, MRA ട്രീ ആണോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ 2 ഡെഫിനിഷൻസ് പറഞ്ഞു, ലെവലും ഹൈറ്റും. ഇവിടെ നോക്കാം. ഒരു വെർട്ടക്സ്, ഒരു റൂട്ടഡ് ട്രീയിൽ ഒരു പെർട്ടിക്കുലർ വെർട്ടക്സിൻ്റെ ലെവൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ആ വെർട്ടക്സിൽ റൂട്ടിൽ നിന്നും ആ വെർട്ടക്സിലേക്കുള്ള യുണീക്ക് പാത്തിൻ്റെ ലെങ്ത്ത്. ഇപ്പോൾ സപ്പോസ് ഇതൊരു റൂട്ടഡ് ട്രീ ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഇതൊരു റൂട്ടഡ് ട്രീ ആണ്. ഈ റൂട്ടഡ് ട്രീയിൽ എ ആണ് റൂട്ട്. സപ്പോസ് ഒരു വെർട്ടക്സ് ബി എടുത്തു. ദെൻ ദ ലെവൽ ഓഫ് ബി ഈസ് ഡിഫൈൻഡ് ആസ് ദ ലെങ്ത് ഓഫ് ദ യുണീക്ക് പാത്ത് ഫ്രം ദ റൂട്ട് എ ടു ബി. റൂട്ടിൽ നിന്നും നമുക്ക് ഏത് വെർട്ടക്സിൻ്റെ ലെവലാണോ കാണേണ്ടത് ആ ലെവലിൽ ആ വെർട്ടക്സിലോട്ടുള്ള ഷോർട്ട് പാത്തിൻ്റെ ഒരു യുണീക്ക് പാത്തേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ട്രീ ആയതുകൊണ്ട് ഏത് വെർട്ടക്സിൽ നിന്നും ഏത് വെർട്ടക്സിക്കും യുണീക്ക് പാത്തേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ആ പാത്തിൻ്റെ ലെങ്ത്ത്. ഇപ്പം ഇവിടെയാണെങ്കിൽ നോക്കാം, എയിൽ നിന്നും ബിയിലോട്ടുള്ള പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതിൽ എത്ര എഡ്ജസ് ഉണ്ട്? 2 എഡ്ജസ്. നമ്പർ ഓഫ് എഡ്ജസ് ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാത്തിൻ്റെ ലെങ്ത് 2 ആണ്. ദാറ്റ് ഈസ് ലെവൽ ഓഫ് ബി ഈസ് 2. ഇൻ അതർ വേർഡ്സ് ബി ഈസ് അറ്റ് ദ ലെവൽ 2. ഇനി അതുപോലെ സപ്പോസ് നമ്മൾ ഈ ഒരു വെർട്ടക്സിൻ്റെ സി എന്ന് പറയുന്ന വെർട്ടക്സിൻ്റെ ലെവൽ നോക്കുകയാണ്. സി എന്ന് പറയുന്ന വെർട്ടക്സ് എയിൽ നിന്ന് ഉള്ള പാത്ത് നോക്കുക, ബിയിൽ കൂടെ വന്നു, സിയിലെത്തി. എത്രയാണ്? 3 ആണ് ലെങ്ത്ത്, പാത്തിൻ്റെ ലെങ്ത്ത്. ദാറ്റ് മീൻസ് സി ഈസ് അറ്റ് ദ ലെവൽ 3. ഇങ്ങനെ നമുക്ക് ഓരോ വെർട്ടക്സിൻ്റെയും ലെവൽ കണ്ടുപിടിക്കാം. റൂട്ടിൻ്റെ ലെവൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. റൂട്ടിൻ്റെ ലെവൽ 0, നെക്സ്റ്റ് ലെവൽ 1,
നെക്സ്റ്റ് ലെവൽ 2, നെക്സ്റ്റ് ലെവൽ 3. ഈ ഒരു ഫോമിൽ ഓരോ വെർട്ടെക്സിൻ്റെയും ലെവൽ നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇങ്ങനെ ഒരു ട്രീയിൽ എല്ലാ വേർട്ടീസസിൻ്റെയും ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു. അതിലെ മാക്സിമം ലെവൽ ഏതാണോ ആ ലെവലാണ് നമ്മൾ റൂട്ടഡ് ട്രീയുടെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. എല്ലാ വേർട്ടീസസിൻ്റെയും ലെവൽ കാണാം, അതിൽ മാക്സിമം ലെവൽ ഏതാണോ അതാണ് ട്രീയുടെ ഹൈറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പം ഇവിടെയാണെങ്കിൽ മാക്സിമം ലെവൽ 3 ആണ്, അതായത് തന്നിട്ടുള്ള റൂട്ടഡ് ട്രീയുടെ ഹൈറ്റ് 3 വരും. അപ്പം ലെവൽ എന്ന് പറഞ്ഞത് എന്താണ്, നമുക്ക് ഓരോ വെർട്ടെക്സിൻ്റെയും ലെവൽ നമ്മൾ എഴുതും. തന്നിട്ടുള്ള വെർട്ടെക്സിലോട്ട് റൂട്ടിൽ നിന്ന് വരയ്ക്കുന്ന യുണീക്ക് പാത്തിൻ്റെ ലെങ്ത് ആണ് ആ വെർട്ടെക്സിൻ്റെ ലെവൽ. ഇനി എല്ലാ വെർട്ടീസസിൻ്റെയും ലെവൽ എഴുതുക, അതിൽ മാക്സിമം ലെവൽ ഏതാണോ അതാണ് റൂട്ടഡ് ട്രീയുടെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കാം. ഓരോ വെർട്ടെക്സിൻ്റെയും ലെവലാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്, പിന്നെ ഹൈറ്റ് കാണാനും. ഇപ്പം എയുടെ ലെവൽ, എ റൂട്ടാണ്, എയുടെ ലെവൽ 0. ബിയുടെ ലെവൽ, ബിയിൽ നിന്ന് ഉള്ള പാത്ത് ഇതാണ്, പാത്തിൻ്റെ ലെങ്ത് 1 ആണ്. ബി ഈസ് അറ്റ് ലെവൽ 1. സിമിലർലി ജെ ഈസ് അറ്റ് ലെവൽ 1, കെ ഈസ് അറ്റ് ലെവൽ 1. നെക്സ്റ്റ് സി എന്ന് പറയുമ്പോൾ ഇതാണ് പാത്തിൻ്റെ ലെങ്ത് 2 ആണ്, ദർഫോർ ഇറ്റ് ഈസ് അറ്റ് ലെവൽ 2. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന ഇയിലോട്ടുള്ള പാത്തിൻ്റെ ലെങ്ത് 2 ആണ്, എഫിലോട്ട് 2, എല്ലിലോട്ട് 2. നെക്സ്റ്റ് ഡിയിലോട്ട് 3, ജിയിലോട്ട് 3. ഓരോ വെർട്ടെക്സിൻ്റെയും ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എ ഈസ് അറ്റ് ലെവൽ 0, ബി, ജെ ആൻഡ് കെ ആർ അറ്റ് ലെവൽ 1, സി, ഇ, എഫ് ആൻഡ് എൽ ആർ അറ്റ് ലെവൽ 2, ഡി, ജി, ഐ, എം ആൻഡ് എൻ ആർ അറ്റ് ലെവൽ 3 ആൻഡ് എച്ച് ഈസ് അറ്റ് ലെവൽ 4. മാക്സിമം ലെവൽ ഏതാണ്? 4 ആണ്. Therefore, height of the tree is rooted tree is 4. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ബാലൻസ്ഡ് എം അറേ ട്രീസ്. എന്താണ്, എപ്പോഴാണ് ഒരു റൂട്ടഡ് എം അറേ ട്രീ ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത്? അപ്പം നമ്മൾ ലെവൽ പറഞ്ഞു, ഓരോ വെർട്ടെക്സിൻ്റെയും ലെവൽ പറഞ്ഞു. ഇനി ഏതൊരു നമ്മൾ ലീഫിൻ്റെ ലെവൽസ് നോക്കാം, ലീവ്സിൻ്റെ ലെവൽസ് നോക്കാം. എല്ലാ ലീവ്സും എച്ച് ലെവലിലോ അല്ലെങ്കിൽ H-1 ലെവൽ, വേർ H denotes the height of the എം അറേ ട്രീ. ഒരു റൂട്ടഡ് എം അറേ ട്രീ നമുക്കറിയാം, മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ, ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയായിരിക്കണം? എം ആയിരിക്കണം. ഇനി ഇങ്ങനെ ഒരു ട്രീയുടെ ഹൈറ്റ് സപ്പോസ് H ആണെന്ന് വിചാരിക്കുക. H ഹൈറ്റ് വരുന്ന ഒരു എം അറേ ട്രീ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. H ഹൈറ്റ് വരുന്ന ഒരു എം അറേ ട്രീ ബാലൻസ്ഡ് ആണ് എന്ന് പറയണമെങ്കിൽ അതിലെ ഓരോ ലീഫിൻ്റെ ലെവൽ ഒന്നില്ലെങ്കിൽ H ആയിരിക്കണം, അല്ലെങ്കിൽ H-1 ആയിരിക്കണം. അപ്പം ഇവിടെ നോക്കാം, നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ട്രീ നോക്കാം. ഈ ട്രീക്കകത്ത് ഹൈറ്റ് H ഈസ് ഈക്വൽ ടു 4 ആണ്. എം എന്ത് വരും? എം ഈസ് ഈക്വൽ ടു 4 നമ്പർ ഓഫ് ചിൽഡ്രൻ. മാക്സിമം ഓരോ ചിൽഡ്രനും ഇവിടെ 1 ചിൽഡ്രൻ, 3, 1, 1, 1 ചിൽഡ്രൻ, 2 ചിൽഡ്രൻ, 2 ചിൽഡ്രൻ. മാക്സിമം 3 ചിൽഡ്രൻ ആണ് ഒരു ഇൻറ്റേർണൽ വെർട്ടെക്സിന് വരുന്നത്. ദർഫോർ ഇറ്റ് ഈസ് ആൻ 3 അറേ ട്രീ വിത്ത് ഹൈറ്റ് H ഈക്വൽ ടു 4. ഹിയർ ലീവ്സിൻ്റെ ലെവൽസ് നോക്കുക, ഓരോ ലീഫിൻ്റെയും ലെവൽ നോക്കുക. ഇതൊരു ലീഫാണ്, ലെവൽ 2 ആണ്. ഇത് ലീഫാണ്, 3 ലെവലിലാണ്. ഇത് ലീഫാണ്, ഇതൊക്കെ 3 ലെവലിലുള്ള ലീവ്സാണ്. ഇത് 4 ലെവലിലുള്ള ലീഫാണ്. ഇവിടെ പക്ഷേ ഏതൊക്കെ ലെവലിൽ ലീവ്സ് വരുന്നുണ്ട്? 2 എന്ന് പറയുന്ന ലെവലിൽ ലീഫ് വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ H4 ആണ്. അപ്പോൾ H ആൻഡ് H-1 പറയുമ്പോൾ 3ഉം 4ഉം വരും. 3 ആൻഡ് 4th ലെവൽസിൽ മാത്രം ലീവ്സ് വരികയാണെങ്കിലാണ് നമ്മൾ ബാലൻസ്ഡ് പറയുന്നത്. ഇവിടെ പക്ഷേ സെക്കൻഡ് ലെവലിലും ലീഫ് വരുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ വെർട്ടെക്സ് ഇയുടെ ലെവൽ 2 ആണ്, ലീഫാണത്. അപ്പോൾ അവിടെ ലെവൽ 2 ആണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളത് എന്തല്ല? ബാലൻസ്ഡ് ട്രീ അല്ല. കാരണം H-2 ലെവലിലും എന്ത് വരുന്നുണ്ട്? ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ബാലൻസ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ ഹൈറ്റ് നോക്കുക.
ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, ഫിഫ്ത്ത് ലെവൽ. അതായത് മാക്സിമം ലെവൽ 5 വരും. H5 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ H5 ആണെങ്കിൽ ഓരോ വെർട്ടക്സിൻ്റെയും ഓരോ ലീഫിൻ്റെയും ലെവൽ നോക്കുക. ഏതൊക്കെയാണ് ലീഫ്? ഇതൊക്കെയാണ് ലീഫ് മാർക്ക് ചെയ്യാം. ഇനി എല്ലാ ലീഫും നമ്മുടെ ഗ്രാഫ് ബാലൻസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ എല്ലാ ലീവ്സും ഫോർത്ത് ലെവലിലോ ഫിഫ്ത്ത് ലെവലിലോ ആയിരിക്കണം. നോക്കുക, ഈ ഒരു പെർട്ടിക്കുലർ ലീഫ് നോക്കുക. ഈ ലീഫിൻ്റെ ലെവൽ എത്രയാണ്? 1, 2, 3. ഈ ഒരു ലീഫ് വരുന്നത് നമ്മുടെ ഹൈറ്റ് വരുന്നത് 5 ആണോ 4 ആണോ? ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് വെർട്ടെക്സ് ഈസ് അറ്റ് 0 ലെവൽ. These 2 vertices at first level. These 2 vertices are third level. Thus 4 level, 5th level. ഓക്കെ, 5 തന്നെയാണ് ഹൈറ്റ്. അപ്പം നമ്മുടെ ട്രീ ബാലൻസ്ഡ് ആവണമെങ്കിൽ ലീവ്സിൻ്റെ ലെവല് ഒന്നില്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5 വരണം. അപ്പം ഇവിടെ നോക്കുക, നമ്മുടെ ലീവ്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇതൊക്കെയാണ് ഗ്രാഫിനകത്ത് വരുന്ന ലീവ്സ്. ഇനി ലീവ്സിൻ്റെ ലെവൽ നോക്കാം. This is at first 0 level, first level, second level, third level and fourth level. Height 4 ആണ് അല്ലേ? 0, first level, second level, third level, fourth level. Okay, height 4 ആണ്. That is, the tree is with height 4. Therefore, if the rooted tree is balanced, we require that each leaf is at either third level or fourth level. ഇവിടെ നോക്കാം, നമ്മുടെ ട്രീസിൽ വരുന്ന ലീവ്സ് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ലീവ്സ് ഒന്നില്ലെങ്കിൽ തേർഡ് ലെവലിലോ ഫോർത്ത് ലെവലിലോ വരണം. ആണല്ലോ, ഇത് തേർഡ് ലെവൽ, ഇതെല്ലാം തേർഡ് ലെവലിൽ വരും, ഇതെല്ലാം ഫോർത്ത് ലെവലിൽ. അതായത് എല്ലാ ലീവ്സും എന്താണ്? ഒന്നില്ലെങ്കിൽ തേർഡ് ലെവൽ അല്ലെങ്കിൽ ഫോർത്ത് ലെവലിലാണ്. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ട്രീ ആണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ഏതാണ്? ഓരോ വെർട്ടെക്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ഏതാണ്? 2 ആണ്. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? ഒരു ബാലൻസ്ഡ് 2 അറേ ട്രീ ആണ്. ബാലൻസ്ഡ് 2 അറേ ട്രീ. കാരണം എന്താണ്? ഓരോ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ 2 ആണ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് 2 അറേ ട്രീ എന്ന് വരും. സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 2 അറേ ട്രീ എന്ന് അല്ല, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ബാലൻസ്ഡ് ഫുൾ 2 അറേ ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സാക്ട്ലി 2 ആണ്. ഇനി അതുപോലെ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ട്രീക്കകത്ത് ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. എഗൈൻ ഹൈറ്റ് 4 ആണ്. ബാലൻസ്ഡ് ആവണമെങ്കിൽ തേർഡ് ലെവലിലോ ഫോർത്ത് ലെവലിലോ ആയിരിക്കണം എല്ലാ ലീവ്സും വരുന്നത്. അപ്പോൾ ഇവിടെ ലീവ്സ് നോക്കാം, ഏതൊക്കെയാണ് ലീവ്സ് നോക്കാം. ലീവ്സ് മാർക്ക് ചെയ്യുക. ഇതൊരു ലീഫാണ്, ഇതൊക്കെ ലീഫാണ്. ഈ ഒരു പെർട്ടിക്കുലർ ലീഫ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ലെവൽ 2. അപ്പോൾ തേർഡോ ഫോർത്തോ ലെവലിൽ വന്നാലേ ബാലൻസ്ഡ് ആവുള്ളൂ. അപ്പോൾ 2 സെക്കൻഡ് ലെവലിൽ തന്നെ ഒരു ലീഫ് ഉണ്ട്. അപ്പോൾ ഇതെന്തല്ല? ബാലൻസ്ഡ് ട്രീ അല്ല. ആക്ച്വലി ഇത് ഒരു 2 അറേ ട്രീ ആണ്. സ്പെസിഫിക്കലി ഫുൾ 2 അറേ ട്രീ ആണ്. കാരണം എല്ലാ ഇൻറ്റേർണൽ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എക്സാക്ട്ലി 2 ആണ്. പക്ഷെ ബാലൻസ്ഡ് അല്ല. കാരണം എന്താണ്? ഹൈറ്റ് 4 ആണ്, പക്ഷേ സെക്കൻഡ് ലെവലിലൊരു ലീഫ് വരുന്നുണ്ട്. ബാലൻസ്ഡ് ആവണമെങ്കിൽ തേർഡ് ലെവലിലോ ഫോർത്ത് ലെവലിലോ ആയിരിക്കണം ഓരോ ലീഫിൻ്റെയും ലെവല്. നെക്സ്റ്റ് ഓരോ വെർട്ടെക്സിൻ്റെ ഹൈറ്റ് നോക്കുക. 0, 1, 2, 3. അതായത് മാക്സിമം ലെവൽ എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് ആവണമെങ്കിൽ സെക്കൻഡ് ലെവലിലോ തേർഡ് ലെവലിലോ ആയിരിക്കണം ഓരോ ലീഫും. അപ്പോൾ ഇവിടുത്തെ ലീഫ് നോക്കുക. എല്ലാ ലീഫും ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് ലെവലിലാണ്. എല്ലാ ലീഫും തേർഡ് ലെവലിലാണ്. അപ്പോൾ ബാലൻസ്ഡ് ആണെന്ന് പറയാം അല്ലേ? ഒന്നില്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ലെവലിൽ വരണം. ഇവിടെ എല്ലാം തേർഡ് ലെവലിലാണ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്.
ഇനി ഓരോ വേർട്ടക്സിൻ്റെയും ഡിഗ്രി നമ്പർ ഓഫ് ചിൽഡ്രൻ നോക്കുക. ഇവിടെ 2, അതായത് മാക്സിമം 1 ചിൽഡ്രൻ വരുന്ന ഇൻറ്റേർണൽ വെർട്ടീസസ് ഉണ്ട്, 2 ചിൽഡ്രൻ വരുന്ന ഇൻറ്റേർണൽ വെർട്ടീസസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മാക്സിമം 2 ആണ്. അപ്പോൾ 2 അറേ ട്രീ എന്ന് പറയാം. ഫുൾ 2 അറേ ട്രീ എന്ന് പറയാൻ പറ്റില്ല, കാരണം 1 വരുന്ന ഇൻറ്റേർണൽ വെർട്ടീസസും ഉണ്ട്. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കംപ്ലീറ്റ് എം അറേ ട്രീസ് എന്ന്. ഒരു ട്രീ കംപ്ലീറ്റ് എം അറേ ട്രീ എന്ന് പറയണമെങ്കിൽ ആക്ച്വലി അത് ഫുൾ എം അറേ ട്രീ ആയിരിക്കണം. അതുപോലെ എല്ലാ ലീഫും സെയിം ലെവലിലായിരിക്കണം. ഒരു കംപ്ലീറ്റ് എം അറേ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കംപ്ലീറ്റ് എം അറേ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ എം അറേ ട്രീ ആയിരിക്കണം. അതുപോലെ എല്ലാ ലീഫും സെയിം ലെവലിലായിരിക്കണം. എല്ലാ ലീഫും സെയിം ലെവലിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആയിരിക്കണം. ഫുൾ എം അറേ ട്രീ ആയിരിക്കണം, എല്ലാ ലീഫും സെയിം ലെവലിലും ആയിരിക്കണം. അപ്പോൾ നമ്മളോട് കൺസ്ട്രക്റ്റ് എ കംപ്ലീറ്റ് ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് 4 ആൻഡ് എ കംപ്ലീറ്റ് 3 അറേ ട്രീ ഓഫ് ഹൈറ്റ് 3 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, കംപ്ലീറ്റ് ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലീവ്സും ലെവൽ 4 അതുപോലെ അതായത് ഹൈറ്റ് 4 ആയിരിക്കും. അതുപോലെ എല്ലാ വേർട്ടീസസിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സാക്ട്ലി എത്രയായിരിക്കും? എക്സാക്ട്ലി 2 ആയിരിക്കും, കാരണം ബൈനറി ട്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെവല് 0 ലെവല്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ. ഓരോ ലെവലിലുള്ള ഇൻറ്റേർണൽ വേർട്ടീസസിൻ്റെ ഡിഗ്രി നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സാക്ട്ലി 2 ആണ്. എല്ലാ ലീവ്സും എന്താണ്? 4th ലെവലിലാണ്. ഇനി അതേപോലെ കംപ്ലീറ്റ് 3 അറേ ട്രീ ഓഫ് ഹൈറ്റ് 3. കംപ്ലീറ്റ് 3 അറേ ട്രീ ഓഫ് ഹൈറ്റ് 3 എന്താ ചെയ്യുന്നത്? നമ്മൾ റൂട്ട് വരയ്ക്കും. നമുക്ക് ഹൈറ്റ് 3 ആണ്, അപ്പോൾ 3 ലെവൽസ് വരെ വേണം. ഓരോ ഇൻറ്റേർണൽ വെർട്ടക്സിൻ്റെയും നമ്പർ ഓഫ് ചിൽഡ്രൻ 3 ആണ്, എക്സാക്ട്ലി 3 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 3 ചിൽഡ്രൻ വരയ്ക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവലിലെത്തി. ഇത് 0 ലെവൽ, ഫസ്റ്റ് ലെവൽ. ഇനി ഇവിടെ 3 ചിൽഡ്രൻ വേണം, ഇവിടെ 3 ചിൽഡ്രൻ വേണം, ഇവിടെ 3 ചിൽഡ്രൻ വേണം. അപ്പോൾ സെക്കൻഡ് ലെവലിലെത്തി. ഇനി തേർഡ് ലെവലിൽ ഇവിടെ 3 ചിൽഡ്രൻ, ഇവിടെ 3, ഇവിടെ 3, അങ്ങനെ ഓരോന്നും 3 വരും. ആ ഒരു കറസ്പോണ്ടിങ് ഫിഗറാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കംപ്ലീറ്റ് എം അറേ ട്രീ ആണെന്ന് വിചാരിക്കുക. കംപ്ലീറ്റ് എം അറേ ട്രീ ആണെങ്കിൽ അതിൽ എത്ര വേർട്ടീസസും എത്ര ലീവ്സും വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് വേർട്ടീസസും നമ്പർ ഓഫ് ലീവ്സും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എം അറേ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് h ഹൈറ്റും തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് എം അറേ ട്രീ ഓഫ് ഹൈറ്റ് h. കംപ്ലീറ്റ് എം അറേ ട്രീ ഓഫ് ഹൈറ്റ് h തന്നു കഴിഞ്ഞാൽ എത്ര വേർട്ടീസസും എത്ര ലീവ്സും ഉണ്ടാവും എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളൊരു കംപ്ലീറ്റ് എം അറേ ട്രീ ഓഫ് ഹൈറ്റ് h വരയ്ക്കുമ്പോൾ ആദ്യം റൂട്ട് വരച്ചു. റൂട്ടിൽ നിന്ന് എക്സാക്ട്ലി m ചിൽഡ്രൻ ഉണ്ടായിരിക്കും, അല്ലേ? എത്രയാണോ m. അതായത് ഈ ഒരു ഫസ്റ്റ് ലെവലിൽ ഒരു വെർട്ടക്സ് വന്നു, സെക്കൻഡ് ലെവലിൽ എത്ര വേർട്ടീസസ് വരും? കാരണം എന്താണ്? എക്സാക്ട്ലി m ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? m വേർട്ടീസസ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ സെക്കൻഡ് ലെവൽ നോക്കുക. സെക്കൻഡ് ലെവലിൽ ഇതേപോലെ ഓരോ വെർട്ടക്സിൽ നിന്നും m ചിൽഡ്രൻ, ഓരോ വെർട്ടക്സിൽ നിന്നും m ചിൽഡ്രൻ വന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ലെവലിൽ എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? സെക്കൻഡ് ലെവലിൽ എത്ര വേർട്ടീസസ് ഉണ്ടായിരിക്കും? ഒരു വെർട്ടക്സിന് m ചിൽഡ്രൻ. അങ്ങനെയാണെങ്കിൽ m വേർട്ടീസസിന് എത്ര ചിൽഡ്രൻ വരും? m ഇൻറ്റു m സ്ക്വയർ ചിൽഡ്രൻ. അതായത് സെക്കൻഡ് ലെവലിനകത്ത് m² വേർട്ടീസസ് വരും. ഇനി സിമിലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ വേർട്ടീസസിനും m ട്രീസ്. അതായത് ഒരു വെർട്ടക്സിന് ഇവിടെ നമുക്ക് ടോട്ടൽ m² വേർട്ടീസസ് ഉണ്ട്. ഈ ഓരോ m² വേർട്ടീസസിനും m ചിൽഡ്രൻ. ദാറ്റ് മീൻസ് തേർഡ് ലെവലിൽ m³ ചിൽഡ്രൻ വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര ലെവൽസ് ഉണ്ട്? h ലെവൽസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ, അതായത് 0 ലെവലിൽ ഒരു വെർട്ടക്സ്, ദാറ്റ് ഈസ് റൂട്ട്. ഫസ്റ്റ് ലെവലിൽ m വെർട്ടീസസ്, സെക്കൻഡ് ലെവലിൽ m²,
തേർഡ് ലെവലിൽ എം ക്യൂബ്, അങ്ങനെ ലാസ്റ്റ് എച്ച് ലെവൽ എച്ച് എടുക്കുമ്പോൾ അവിടെ എത്ര വേർട്ടീസസ് ഉണ്ട്? എം റേസ് ടു എച്ച്. അപ്പോൾ തന്നിട്ടുള്ള ട്രീയിൽ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടീസസ് എന്ത് വരും? 1 + m സ്ക്വയർ പ്ലസ് എറ്റ്സെട്ര പ്ലസ് എം റേസ് ടു എച്ച്, വിച്ച് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് ഫസ്റ്റ് ടേം 1, കോമൺ റേഷ്യോ r ആൻഡ് നമ്പർ ഓഫ് ടേംസ് എച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a × 1 മൈനസ് r റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. സോറി, ഇവിടെ m ആണ് കോമൺ റേഷ്യോ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് a × r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1, ബിക്കോസ് r ഈസ് ഈക്വൽ ടു m, വിച്ച് ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 1. ദസ് ഇവിടെ a വരുന്നത്, ഇതാണ് നമ്മുടെ ജോമെട്രിക് സീരീസ്. a 1 ആണ്, r m ആണ്, നമ്പർ ഓഫ് ടേംസ് h+1 വരും അല്ലേ? 0 ലെവൽ, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, അപ് ടു 0, 1, 2 അപ് ടു h. എത്ര ടേംസ് ഉണ്ട്? h+1 മൈനസ് 1 ഡിവൈഡഡ് ബൈ m മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു m റൈസ് ടു h+1 മൈനസ് 1 ഡിവൈഡഡ് ബൈ m മൈനസ് 1. ഇത്രയും വേർട്ടീസസ് ഒരു കംപ്ലീറ്റ് എം അറേ ട്രീയിൽ ഉണ്ടായിരിക്കും, ഹാവിങ് ഹൈറ്റ് h. ഇനി അതുപോലെ എത്ര ലീവ്സ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് എം അറേ ട്രീ ആണെങ്കിൽ എല്ലാ ലീവ്സും ലാസ്റ്റ് ലെവൽ എച്ച് ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. എച്ച് ലെവലിൽ ഇപ്പോൾ നമ്മൾ എത്ര വേർട്ടീസസ് ഉണ്ടെന്ന് പറഞ്ഞു? m റേസ് ടു h വേർട്ടീസസ്. ഈ m റേസ് ടു h വേർട്ടീസസും എന്തായിരിക്കും? ലീവ്സ് ആയിരിക്കും. ഒരു കംപ്ലീറ്റ് എം അറേ ട്രീയുടെ നമ്പർ ഓഫ് വേർട്ടീസസ് m റേസ് ടു h+1 മൈനസ് 1 ബൈ m മൈനസ് 1ഉം നമ്പർ ഓഫ് ലീവ്സ് m റേസ് ടു hഉം വരും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. സബ് ട്രീ, എം അറേ ട്രീ, ഫുൾ എം അറേ ട്രീ, ബാലൻസ്ഡ് എം അറേ ട്രീ, അതുപോലെ കംപ്ലീറ്റ് എം അറേ ട്രീ. ഇത്രയും ഡെഫിനിഷൻസ് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രീസിൽ ഒരു തിയറം, അതുപോലെ എം അറേ ട്രീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് തിയറംസ് ആണ് പറയുന്നത്. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തിയറംസ് ആണ് നോക്കാൻ പോകുന്നത്. ട്രീസിനും എം അറേ ട്രീസിലും ഒക്കെ വരുന്ന കുറച്ച് തിയറംസ് ആണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക്